ഹോർമുസിൻ്റെ സുരക്ഷയ്ക്ക് ചൈന രഹസ്യമായിരിക്കുന്ന നീക്കം നടത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചും സംഘവും ചൈന സന്ദർശനത്തിന് വേണ്ടി ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. 2 ദിവസത്തോളം അവിടെ ഇനിയും തുടരാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. മർമ്മപ്രധാനമായിരിക്കുന്ന ഇറാൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളും യുദ്ധസമാന സാഹചര്യങ്ങളും കൃത്യമായ രീതിയിൽ വിലയിരുത്തി ചൈനയുടെ സഹായം തേടുക എന്നുള്ളത് തന്നെയാണ് ഇറാൻ്റെ ലക്ഷ്യം. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അതിൻ്റെ തനിമയോടുകൂടി നിലനിൽക്കുക എന്നുള്ളത് ചൈനയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. കാര്യം ഇറാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പെട്രോൾ ഇപ്പോൾ ചൈനയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വെനിസ്വല തകർന്നതോടുകൂടി അല്ലെങ്കിൽ വെനിസ്വലയുടെ ഭരണ സംവിധാന മാറ്റങ്ങൾ ഉണ്ടായതോടെ ആ മേഖലയിൽ നിന്ന് ചൈനയ്ക്ക് പെട്രോൾ നൽകുന്ന കാര്യത്തിൽ വലിയ നിയന്ത്രണം അമേരിക്ക ഏർപ്പെടുത്തിയതിനാൽ അവിടെ നിന്ന് ഇപ്പോൾ പെട്രോൾ കാര്യമായിട്ട് ലഭിക്കുന്നില്ല. ശേഷിക്കുന്നത് ഏറ്റവും തന്ത്രമായിരിക്കുന്ന ബന്ധങ്ങളുള്ള, സൗഹൃദ ബന്ധങ്ങളുള്ള, ബിസിനസ് ബന്ധങ്ങളുള്ള ഇറാനും ചൈനയും തമ്മിൽ ആ ബന്ധം നിലനിൽക്കുന്നതിനാൽ അതിലൂന്നിയിരിക്കുന്ന സഹായങ്ങൾ പല ഘട്ടത്തിലും ഇറാൻ ചൈനയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. സൈനികപരമായിരിക്കുന്ന പല സഹായങ്ങളും ചൈന ഇറാനും ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ യുദ്ധം ഓപ്പണായിരിക്കുന്ന ആകാശ യുദ്ധം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലില്ല. എന്നാൽ ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണ രീതികളൊക്കെ അമേരിക്കൻ്റെ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ ശാന്തമാണെങ്കിൽ പോലും 2-3 ദിവസം മുൻപ് അവിടെ നിന്ന് 2-ലധികം കപ്പലുകളെ ഹോർമുസ് കടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ കടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നതിനിടയിൽ ഇറാൻ ആക്രമിക്കുകയും ചെയ്തു. ഇറാൻ ആക്രമിച്ചതോടുകൂടി വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഇറാൻ്റെ 6ഓളം ബോട്ടുകൾ തകർത്തിട്ടുണ്ട് എന്നുള്ള അവകാശമാണ് അമേരിക്ക പറഞ്ഞത്. ഈ അവകാശത്തോടനുബന്ധിച്ച് നോക്കുന്ന സമയത്ത് 5 നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് എന്ന് അതിന് മറുപടിയായിട്ട് ഇറാൻ്റെ ഭാഗത്ത് വന്നതോടുകൂടി അത് വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ട് ഇറാൻ ഏറ്റെടുത്തു. അതവർ പറയുകയും ചെയ്തു ഇതിന് തങ്ങൾ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്ന്. അത് കഴിഞ്ഞ് വല്ലാതെ കഴിയുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ആകാശത്ത് വെച്ച് കാണാതായി. ഖത്തറിൻ്റെയും ഹോർമുസിൻ്റെയും ആകാശ പരിധിയിൽ വെച്ചാണ് കാണാതായത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. പിന്നീട് അവിടെ 2 യുദ്ധക്കപ്പലുകൾക്ക് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായി, തീപിടുത്തമുണ്ടായിരിക്കുന്ന റിപ്പോർട്ടും വന്നു. ശേഷം ഫ്രഞ്ചിൻ്റെ ഒരു യുദ്ധക്കപ്പലും ആക്രമിക്കപ്പെട്ടു. അഥവാ വലിയ രീതിയിലുള്ള യുദ്ധ രീതിയായിട്ട് അല്ലെങ്കിൽ ഭീകരമായിരിക്കുന്ന ഒരു യുദ്ധ സാഹചര്യമായിട്ട് ഹോർമുസ് ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ഇതിനെ അതിജീവിക്കേണ്ടത് അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തേണ്ടതും പ്രശ്നം പരിഹരിക്കേണ്ടതും യഥാർത്ഥത്തിൽ അമേരിക്കയാണ്. അമേരിക്കക്ക് ഇതിന് സാധിക്കാതെ പോയി. അമേരിക്കയുടെ സൈനികർക്കും അവരുടെ കപ്പലുകൾക്കും സംരക്ഷണം നൽകാൻ പോലും സാധിക്കാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്ന് ചുരുക്കം. ഇപ്പോൾ ഈ മേഖല പൂർണ്ണമായി ഏറെക്കുറെ ഇറാൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഇറാൻ്റെ അനുവാദമില്ലാതെ ഏതൊരു കപ്പൽ വന്നാലും അവർ പറയുന്ന റൂട്ടിലൂടെ ഒരു കപ്പൽ സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആക്രമിക്കുമെന്നും മൈനുകൾ വെച്ച് തകർക്കപ്പെടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വല്ലാതെ പെട്രോൾ വഹിച്ച കപ്പലുകളും പോകുന്നില്ല. 100-ലധികം കപ്പലുകൾ ഹോർമുസ് കടക്കാൻ വേണ്ടി ഇറാൻ്റെ അനുവാദം പ്രതീക്ഷ ഇപ്പോഴും കാത്തിരിക്കുന്നു എന്ന് ചുരുക്കം. ഇറാനാണെങ്കിൽ അവർക്ക് ചൈനയിലേക്ക് ഈ പെട്രോൾ എത്തിക്കുന്നത് പാകിസ്ഥാൻ വഴി ചുറ്റിക്കറങ്ങിയിട്ടാണ് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. അതിൽ ചിലതെല്ലാം അക്കരെ അവിടെ എത്തിയിട്ടുണ്ട്, ചിലതെല്ലാം ഇറാൻ അമേരിക്ക പിടിച്ച് തിരിച്ചയച്ചിട്ടുണ്ട്. അതിന് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ കടൽ യുദ്ധത്തിൽ അമേരിക്ക പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യവും ഏറെക്കുറെ ചൈന സമ്മതിച്ചു എന്ന് മനസ്സിലാക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ, മെറീനുകൾ, നിരീക്ഷണ വിമാനങ്ങൾ, ഡ്രോണുകൾ ഇവയെല്ലാം കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ട് വിവരം നൽകുകയും അതിനു നേരെ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്യും. ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള സഹായം നൽകണമെന്നാണ്, അഥവാ സാറ്റലൈറ്റ് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ കയ്യിൽ സാറ്റലൈറ്റ് ഉണ്ട്. 2025 കാലത്താണ് ചൈനയിൽ നിന്ന് സാറ്റലൈറ്റ് ഒന്ന് 86 വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് സ്ഥിരീകരിച്ച റിപ്പോർട്ടല്ല. അപ്പോൾ ഇങ്ങനെ 2 സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് കണക്ക് പ്രകാരം ഇറാൻ്റെ കൈവശത്തിലുള്ളത്.
അതോടൊപ്പം തന്നെ പുതിയൊരു സാറ്റലൈറ്റ് ചിത്രം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ട് നൽകാമെന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ നിലനിൽക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും ചൈനയുടെ ആവശ്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയമായ, സാമൂഹ്യപരമായ, സാമ്പത്തികമായിരിക്കുന്ന ഒരുപാട് കാര്യകാരണങ്ങൾ അതിനുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഈ മേഖലയിൽ രഹസ്യമായിരിക്കുന്ന നിരീക്ഷണം നടത്തുക എന്നുള്ളതാണ് ഒരുപക്ഷെ ചൈന ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഏത് തരത്തിലാണ്, മുങ്ങിക്കപ്പൽ ഉപയോഗിച്ചോ മറ്റോ ആണോ? ആകാശ നിരീക്ഷണം വെച്ചാൽ ആകാശത്തിലൂടെ ഹെലികോപ്റ്ററോ വിമാനങ്ങളോ പറന്നുകൊണ്ടുള്ള ഒരു നിരീക്ഷണം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചൈനയുടെ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക മനസ്സിലാക്കിയിട്ട് ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നതിനാൽ അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ചുള്ള നിരീക്ഷണ സംവിധാന കാര്യങ്ങൾ ഇവിടെ വരണം. അതിന് എന്തൊക്കെയാണ് ഇവർ പ്രയോഗിക്കുന്നത്, ഏത് രീതിയിലാണ് നീങ്ങുക എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. തുല്യതയില്ലാത്ത ഒരു യുദ്ധം തന്നെയാണ് ഇപ്പം നടക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഇറാൻ ജയിച്ചോ എന്ന് ചോദിച്ചാൽ ഇറാൻ ജയിച്ചിട്ടില്ല, പക്ഷേ ഇറാൻ തോറ്റിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കക്ക് വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി സാധിക്കുന്ന യുദ്ധമാണ് എന്ന് ആരംഭഘട്ടത്തിൽ തന്നെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട്. രണ്ടും നടന്നിട്ടില്ല. മാരകമായിരിക്കുന്ന ഒരു യുദ്ധമുഖത്താണ് തങ്ങളിപ്പോൾ ഉള്ളത് എന്നാണ് പല ഘട്ടത്തിലും അമേരിക്കയുടെ സൈനിക മേധാവികളുടെ തന്നെ നിരീക്ഷണം. ചെയ്തത് മണ്ടത്തരമായി പോയി എന്ന് ചുരുക്കം. ഇറാൻ ജയിക്കാത്ത ഒരു യുദ്ധത്തിൽ, ഇറാൻ ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ള ഒരു യുദ്ധത്തിൽ നമ്മൾ എന്തിനാണ് ബലം പിടിക്കുന്നത് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചത്. നിങ്ങളിപ്പോൾ 2 മാസത്തോളം മാരകമായിരിക്കുന്ന യുദ്ധങ്ങളും ആയുധങ്ങളും ഒക്കെ പരീക്ഷിക്കുകയും യുദ്ധം നടത്തുകയും ചെയ്തിട്ട് ഏത് മേഖലയിലാണ് വിജയമുണ്ടായത് എന്ന് പറഞ്ഞു തരണം എന്നുള്ളതാണ്. അഥവാ സൂപ്പർ പവറാണ് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. അതിൻ്റെ നിഴൽ പറ്റി ജീവിക്കുന്നവരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. 979 കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടാകുന്നത്. 80-ലാണ് അത് ഗവൺമെൻറ് തലത്തിൽ ഒരു കോലത്തിലായി ഒരു രാജ്യമായിട്ട് ഏകദേശം വരുന്നത്. അന്ന് മുതൽ അമേരിക്കയുടെ ഉപരോധമാണ്. അപ്പോൾ ഇത്രയും നീണ്ട കാലം, 40-45 വർഷത്തോളം കാലം ഉപരോധത്തിലുള്ള ഒരു രാജ്യമാണ് സൂപ്പർ പവറായിരിക്കുന്ന അമേരിക്കയുമായിട്ട് ഏറ്റുമുട്ടുക. അങ്ങനെ തന്നെ അത് അവസാനിപ്പിക്കാൻ പറ്റില്ല. 79-ൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു, 80-ൽ അധികാരത്തിലേറുന്നു. അതേ 80-ൻ്റെ ഏകദേശം മധ്യ മാസത്തിൽ, ജൂലൈ ഓഗസ്റ്റ് ആ മാസത്തിലാണ് ഇറാൻ ആക്രമിക്കുന്നത്. 8 കൊല്ലമാണ് യുദ്ധം ചെയ്തത്. ഏറെക്കുറെ രാജ്യമായി വരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അതിശക്തരായിരിക്കുന്ന ഈ മേഖലയിൽ, അറേബ്യൻ മേഖലയിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തോട് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ, വല്ലാത്തൊരു ദയനീയ അവസ്ഥയായിട്ട് തന്നെയായിരുന്നു അന്നത്തെ ഇറാൻ രാഷ്ട്രീയം വിലയിരുത്തിയത്. നമ്മുടെ ഒരു അവസ്ഥയും ഗതികേടും പറഞ്ഞാൽ അവസാനിക്കില്ല എന്നുള്ളതർത്ഥമായിരുന്നു. ആയുധപരമായോ സായുധപരമായോ മറ്റേതെങ്കിലും സാമ്പത്തികപരമായിട്ടോ വലിയ ഉയർച്ചയില്ലാത്ത ആ കാലത്ത് വിശ്വാസത്തിൻ്റെ ബലവും ശക്തി കൊണ്ടും രാജ്യസ്നേഹം കൊണ്ട് ഇറാഖിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഉപരോധത്തെ അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു. സ്വയം പര്യാപ്തത നേടിയ രാജ്യമായിട്ട് മാറാൻ വല്ലാതൊന്നും പിന്നീട് വൈകേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. ഒരു മതരാഷ്ട്രമാണ്, ഷിയ രാഷ്ട്രമാണ്. മാത്രവുമല്ല മതപരമായ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു തരത്തിലും താല്പര്യമില്ലാത്ത രാജ്യമാണ്. കൃത്യമായിരിക്കുന്ന ശത്രു ഇസ്രായേലും അമേരിക്കയുമാണ് എന്ന് പല ഘട്ടങ്ങളിലും ലോകത്തോട് വിളിച്ചു പറയുകയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കാൻ അവകാശമില്ലാത്ത രാജ്യമാണെന്നും അത് നീക്കം ചെയ്യേണ്ട രാജ്യമാണ് എന്നുള്ള അഭിപ്രായം അന്നും ഇന്നും ഒരുപോലെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നതാണ്. ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട രാജ്യങ്ങളുടെ ആദ്യത്തെ പേര് ഇസ്രായേലാക്കി മാറ്റണം എന്നുള്ളതൊക്കെയാണ് അവരുടെ സമീപന നിലപാട്. അപ്പോൾ ഈ മേഖലയിൽ അത്രയും കൃത്യമായ രീതിയിൽ ശത്രുവിനെ കണ്ട് ആയുധം നിർമ്മിച്ചു കൊണ്ട് അത് പ്രയോഗിക്കുന്ന പ്രവൃത്തിയിലേക്ക് ഇറാൻ ഓട്ടോമാറ്റിക്കായിട്ട് മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഹോർമുസ് കടലിൻ്റെ എല്ലാ ഭാഗവും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഇൻ്റർനാഷണൽ പാതയായിരുന്നു. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇറാനെ ആക്രമിക്കുന്നത് വരെ ഈ മേഖലയുടെ ഹോർമുസ് കടലിലൂടെ ഏതൊരു കപ്പലിനും യഥേഷ്ടം പോകാനും വരാനും അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. അതിൽ ഇറാൻ ഇടപെട്ടിട്ടില്ല. ഒരു ചുങ്കം ചുമത്തേണ്ട ആവശ്യമില്ല. ആ കാര്യത്തെക്കുറിച്ച് അവർ സംസാരിക്കാറില്ല. യുദ്ധം തുടങ്ങിയതോടുകൂടിയാണ് ഹോർമുസ് എന്ന് പറയുന്ന കടൽപാത വെച്ചിട്ട് നമ്മൾ യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചർച്ചയാവുകയും പ്രശ്നപരിഹാരത്തിന് വേണ്ടി വരികയും ചെയ്യൂ എന്ന് മനസ്സിലാക്കിയ ഇറാൻ ഹോർമുസ് കടൽ അടക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇറാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ലോകം അത് അംഗീകരിക്കുമെങ്കിൽ മാത്രമേ തങ്ങൾ
കരാറുമായിട്ട് ബന്ധപ്പെട്ട് കാര്യത്തിൽ സഹകരിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി രാഷ്ട്രീയം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ശേഷമാണ് ഇറാൻ ഈ യുദ്ധത്തിൽ ഇറങ്ങിയത് എന്നുള്ളതും അതുകൊണ്ടാണ് ഇറാനെ പരാജയപ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കാത്തത് എന്നും ഇതിൻ്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യമാണ്.